ഹലോ, പത്തരമാറ്റിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനി നവീനെ പോയി കാണുന്നുണ്ട്. തനിക്ക് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വാങ്ങിത്തരണം എന്ന് പറയുകയാണ്. അപ്പോൾ നവീൻ പറയുന്ന ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അനാമിക ഒരു ഭീമമായ തുകയാണ് നഷ്ടപരിഹാര തുക. അത് കൊടുക്കാതെ അവർ ബന്ധം ഡൈവേഴ്സ് കിട്ടില്ല എന്നൊക്കെ നവീൻ പറയുന്നു. പക്ഷേ നവീൻ്റെ മനസ്സിൽ മറ്റൊന്നുണ്ട്. താൻ അനിക്കൊപ്പമാണ്. പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല. ഇവർ രണ്ടുപേരെയും കുറച്ച് ടെൻഷൻ അടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണല്ലോ നവീൻ. അപ്പോൾ ഇത്രയും സുഹൃത്തായിട്ട് കൂടി തൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം നന്ദുവായിട്ട് അവർ സ്നേഹം തന്നോട് തുറന്നു പറഞ്ഞില്ല രണ്ടു കൂട്ടരും. അപ്പോൾ അവരിത്തിരി വിഷമിക്കട്ടെ എന്നാണ് നവീൻ മനസ്സിൽ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നവീൻ പറയുന്നുണ്ട് അത്ര പെട്ടെന്നൊന്നും ഡൈവേഴ്സ് കിട്ടില്ല. കാരണം അവർക്ക് ഒരു നഷ്ടപരിഹാര തുക കൊടുക്കണം. അത് കൊടുക്കാതെ അവർ ഡൈവേഴ്സ് കിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തനിക്ക് ഡൈവേഴ്സ് വാങ്ങിത്തരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിലും ഭയങ്കര ജാനകിയാണെങ്കിൽ തീർത്ത് പറയുകയാണ് ഇതുപോലെ വിവാഹം അവന്തിയായിട്ടുള്ള നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം. അനാമികയായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാൽ തന്നെ അത് നടത്തും എന്ന് പറയുന്നു. അനി തിരിച്ചതിന് മറുപടി പറയുകയാണ് എന്തൊക്കെയായാലും ഞാൻ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കില്ല നന്ദുവിനെ അല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിവാഹമേ വേണ്ട എന്നുള്ള മട്ടിലാണ് അനി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നയനയും ആദർശും പലരോടും നാഗേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ അജയനോടും അന്വേഷിക്കും. പക്ഷേ അജയന് മാത്രം ഭയങ്കര ടെൻഷൻ, മറ്റാർക്കും ആ ടെൻഷനില്ല. അജയൻ അത് ചോദിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദർശനും ഒരു ഡൗട്ട് തോന്നുകയാണ്, എന്തോ ചെറിയച്ഛൻ എന്താണ് ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത മാറ്റം എന്ന്. അങ്ങനെ അതുപോലെ തന്നെ അജയൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് ആലോചിച്ചിട്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നന്ദുവിനെ, ഒരു പോലീസ് ഓഫീസറായ നന്ദുവിനെ മരുമകളായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് വരരുത്. അപ്പോൾ അജയൻ എന്തോ ഭയക്കുന്നുണ്ട്, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉറപ്പായിട്ടും നന്ദുവിനെ മരുമകളായിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സമയത്താണ് ജാനകി വന്ന് പറയുന്നത് മോൻ്റെ അടുത്ത് കല്യാണക്കാരി സംസാരിച്ചു, അവനൊരു രീതിയിലും നന്ദുവിനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കില്ല, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് ഞാനും സംസാരിച്ചിരുന്നു അവൻ്റെ അടുത്ത്, അവനൊരു രീതിയിലും വഴങ്ങുന്നില്ല, ഇനിയിപ്പോൾ മുത്തശ്ശനോട് സംസാരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല അജയൻ ജാനകി എടുത്ത് പറയുന്നുണ്ട് അവൻ നന്ദുവിനെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അതിപ്പോൾ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ജാനകിക്കും അജയനും ജലജയ്ക്കും അറിയാവുന്ന എന്തോ ഒരു രഹസ്യമാണ്, മറ്റാർക്കും അറിയില്ല. അങ്ങനെ എന്തോ ഒരു ഭയക്കുന്ന കാര്യം നാഗേന്ദ്രനെ പുറത്താക്കിയതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് ഇത് തിരക്കി നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ആദർശ് നാഗേന്ദ്രൻ്റെ വിവരത്തെക്കുറിച്ചിട്ട്, പുറത്താക്കിയ വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവൻ്റെ സ്വഭാവം അറിയില്ല. അവൻ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചിറങ്ങി തിരിച്ചാൽ അതിനൊരു അവസാനം കണ്ടിട്ടേ നിർത്തുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ജാനകിക്കും ഭയമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ അവരാണ് കൂടുതലും വിസമ്മതിക്കുന്ന കാര്യം ഇതാണ്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ അജയനും ജാനകിക്കും ഒക്കെ അറിയാവുന്ന എന്തോ ഒരു ചതി അവിടെ നടന്നിട്ടുണ്ട്. അത് മുത്തശ്ശന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും കരുതൽ എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആദർശനാണെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് തോന്നുകയാണ്. എന്തോ ചെറിയച്ഛൻ എന്തോ ഒരു ഭയം ഇത് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ വേണുവും അനാമികയും പോയി കാണുന്നുണ്ട്. നവീൻ സംസാരിക്കുന്നുണ്ട് ബന്ധവഴിയെക്കുറിച്ച്. അതുപോലെ തന്നെ അവന്തികയാണെങ്കിൽ പോയി നാഗേന്ദ്രനെ കാണുന്നു. തൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം, പക്ഷേ ഇങ്ങനെ അനി സമ്മതിക്കുന്നില്ലൊക്കെ പറയുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, അനാമികയ്ക്ക് ഒരു നഷ്ടപരിഹാരം തുക കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ അച്ഛൻ കൊടുത്തോളാം, അവരുമായിട്ട് പോയി സംസാരിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തന്നെ നേരിട്ട് പോയി സംസാരിച്ച് അത് സോൾവ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് നാഗേന്ദ്രൻ. കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ ഒരു വലിയ തുകയൊന്നും നാഗേന്ദ്രൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു തുക കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ട് എങ്ങനെയായാലും അനിയും അവന്തികയായിട്ടുള്ള വിവാഹം നടക്കണം, അതാണ് നാഗേന്ദ്രൻ്റെ ആഗ്രഹം. അങ്ങനെ നാഗേന്ദ്രൻ്റെ പക വർദ്ധിച്ചു വരികയാണ്. കാരണം ഒരു രീതിയിലും തനിക്ക് ബിസിനസ്സിലായാലും അവന്തിയുടെ വിഭാഗത്തിലായാലും എല്ലാം പരാജയം. അങ്ങനെ ആകെ ടെൻഷനിലും ഒക്കെയാണ് നാഗേന്ദ്രൻ. അതുപോലെ തന്നെ ആദർശ് പലതവണ പറയുന്നുണ്ട് ഈ ഒരു ശങ്കരേട്ടൻ പറഞ്ഞ മാതിരി ഇതുപോലെ നാഗേന്ദ്രൻ നിരപരാധിയാണെന്ന്. അപ്പോഴൊക്കെ അജയൻ എതിർക്കുകയാണ്. കാരണം അത് ശങ്കരേട്ടൻ പറഞ്ഞ കഥയല്ലേ, അത് നാഗേന്ദ്രൻ പറഞ്ഞ് പറ്റിച്ചതാവും, അതിൻ്റെ യഥാർത്ഥ അവസ്ഥ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും മുട്ടാപ്പോക്കും കാര്യങ്ങളും തർക്കങ്ങളും മാത്രമാണ് അജയനും പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് ആദർശിനും സംശയം വരുന്നത്. പിന്നീട് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനിക്ക് സപ്പോർട്ടാണ് നവീൻ നിൽക്കുന്നത്. പക്ഷേ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളത്. ഇവർ രണ്ടുപേരും ഒന്നിക്കണം എന്ന് തന്നെയാണ് നവീൻ്റെ ആഗ്രഹം. അങ്ങനെ കേസ്
ഡൈവേഴ്സ് വാദിക്കുന്നു. കോടതിയിൽ നല്ല രീതിയിൽ, അതായത് അനാമികയ്ക്ക് നേരത്തെ ഒരു പരപുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നും അതിന് തെളിവുകളുണ്ടെന്നും നവീൻ കോടതിയിൽ വാദിക്കുകയാണ്. അങ്ങനെ ആ ഒരു പയ്യനെ കോടതിയിൽ ഹാജരാക്കുകയും എല്ലാ തെളിവുകളും നിരത്തി അനിക്ക് ഡൈവേഴ്സ്, വിവാഹ മോചനം വാങ്ങിക്കൊടുക്കുകയാണ്. അനാമികയും വേണു അങ്ങനെ ആകെ വെട്ടിലായി, ആകെ വിഷമത്തിലിരിക്കുകയാണ് ആ ഒരു കോടതി മുറിയിൽ. അതുമാത്രമല്ല, അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി മറ്റേ ആ ഒരു ബന്ധവും അയാളെ സഹിതം കോടതിയിൽ ഹാജരാക്കി എല്ലാ തെളിവുകളും നിരത്തി നവീൻ നിരുപാധികം അനിക്ക് ഡൈവേഴ്സ് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ കോടതിയിൽ ജഡ്ജി തന്നെ പറയുന്നുണ്ട്, പെൺകുട്ടിക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരിക്കണം. ഇവിടെ അനാമികയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഡൈവേഴ്സ് കൊടുക്കണം എന്ന് പറയുകയും ഡൈവേഴ്സ് വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിക്ക് വിവാഹമോചനം കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാനായിട്ട് കഴിയുന്നത്. ഉറപ്പായിട്ടും പത്രമായിട്ട് കാണാൻ മിസ് ചെയ്യരുത്. നല്ല നല്ല രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അജയൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, അജയന് ഇതിൽ നാഗേന്ദ്രനെ പുറത്താക്കിയാലുള്ള ചതി, ഇതെല്ലാം പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞൊരു ചാനലാണ്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.